+1 അതേ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈക്ക് എന്റെ +1 കയറി ഒരു 2-3 months ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് OCD സിംറ്റംസ് വന്ന് തുടങ്ങണേ. കുറെ നാള് ഞാൻ ഇങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പലരും നോട്ടീസ് ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. നോട്ട് ഓൾ ഓഫ് യു ഗൈസ്. എനിക്ക് ഞാൻ ഈ ചില കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ടത് വീഡിയോയിലുള്ളത് മാത്രമാണ്. വീഡിയോയിലുള്ളതേ തംബ്നെയിലും ടൈറ്റിലും നമ്മൾ വെച്ചിട്ടുള്ളൂ, അല്ലാതെ കൈ നിട്ടൊന്നും നമ്മളൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ സമൂഹത്തിലെ ചില സോ കോൾഡ് നന്മയോളികളുണ്ട്, ചില സെലക്റ്റീവ് ആയിട്ടുള്ള നന്മയോളികൾ. സെലക്റ്റീവ് ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ മാത്രമേ ഇവർ നന്മ അടിക്കാറുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളിൽ വ്യൂവർഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ അതിനകത്തൊന്നും പോയി നന്മ അടിക്കാത്തത്. സോ അങ്ങനെയുള്ള ആളുകൾ ദയവേത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാണ്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾ നന്മകൾ കൊണ്ട് പടുത്തുയർത്തി വെച്ചേക്കുന്ന നിങ്ങളുടെ നന്മകളുടെ ഓറ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ പകരുന്ന വീഡിയോസ് നിങ്ങൾ പോയി കാണുക. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലന്നാറിൻ്റെ റിലേറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ്റെ വൈഫ് പോയേക്കുന്ന സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലോട്ട് തന്നെ പല ആൾക്കാരും ഒക്കെ റിയാക്ട് ചെയ്യുന്ന തരത്തിലോട്ട്, അതായത് കേരളത്തിലെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസറിൻ്റെ ഭാര്യ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിൽ വലിയ രീതിയിൽ ഈ ഒരു സംഭവം എസ്കലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഏകദേശം ഒന്ന് തണുത്ത് ഇപ്പം അഖിലന്നാറിന്റെ പുള്ളി ഭയങ്കര പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വന്ന് പുള്ളിയുടെ ഒരു വീഡിയോ ഇടുന്നു. ആ കംബാക്ക് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. ഇപ്പം നമ്മളാണെങ്കിൽ വെയിറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, പുള്ളി ആ ചെയ്തേക്കുന്ന കാര്യം പല ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ എന്താണോ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. എന്തും ആയിക്കോട്ടെ, ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ്, ഫ്യൂച്ചർ ഇറ്റ് വിൽ കം എന്നുള്ളൊരു മൈൻഡിൽ പുള്ളി കാണിച്ചിരിക്കുന്ന പലർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിയുടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. വീഡിയോയിലോട്ടൊക്കെ പുള്ളി തിരിച്ചു വന്നു. ഭയങ്കര അടിപൊളി കാര്യം തന്നെയാണ് അതിനകത്ത് അങ്ങനെ പുള്ളി വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം ബാക്ക് ടു നോർമലിലോട്ട് പുള്ളി എത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരമായിരുന്ന ഏഞ്ചലീന, പുള്ളിക്കാരി കുറച്ച് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന കർമ്മയാണ് എന്നോട് ചെയ്തതിന് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കുറച്ച് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചതും ഇത് തന്നെ, ഇതാണ് കർമ്മ, അഖിലന്നാർഡിക്കെതിരെ ഏഞ്ചലിൻ മരിയ. അപ്പോൾ പുള്ളിക്കാരി അടുത്ത് ഞാൻ മെസ്സേജ് ഞാൻ ചോദിച്ചിരുന്നത് എന്താണ് സീൻ എന്നുള്ളത്. ഞാനൊരു സ്റ്റോറി കണ്ടപ്പോഴേ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി വീണ്ടും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാൻ അല്ലാതെ ഒരു സ്റ്റോറി കൂടെ ഇടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇട്ടേക്കുന്ന ഫസ്റ്റ് സ്റ്റോറി ഇതാണ്. ആ പോയേക്കുന്ന സീൻ്റെ ഇട്ടിട്ട്, കർമ്മ എൻ്റെ കണ്ണുനീരിന് പകരം ദൈവം ചോദിച്ചു, മിസ്റ്റർ അഖിലന്നാർഡി ഇനിയെങ്കിലും റെസ്പെക്ട് അതർ വൺസ് ഫീലിങ്സ് ടു, ഐ ആം ആൾസോ ഹ്യൂമൻ ബീയിങ് ലൈക്ക് യു, കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇതെന്താണ്, ഇതെന്താ സീൻ എന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും അറിയാത്ത ഇത് എന്ത് വിഷയമാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ലോട്ട് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹാവ് ട്രോൾഡ് മീ ഇൻ ഡിഫറെൻറ്റ് വേസ്, ഐ ഈവൻ എൻജോയ് വാച്ചിങ് ദാറ്റ്, ബട്ട് വാട്ട് യു ഡിഡ് ഈസ് അബ്സല്യൂട്ട്ലി ക്രുവൽറ്റി. Not only me, there are many people suffering from OCD trying so much hard to cope up with their life, a life with medication, injection, etc. ഒരാളുടെ ആരോഗ്യ അവസ്ഥ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി, അത് വിറ്റ് കാശ് ഉണ്ടാക്കുമ്പോൾ ഓർക്കുക, നാളെ നിൻ്റെ മോശം അവസ്ഥയെ വെച്ച മറ്റുള്ളവർ കാശാക്കും. ഗെറ്റ് സം റിയലൈസേഷൻ ഇൻ ലൈഫ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പറഞ്ഞേക്കുന്ന പുള്ളിക്കാരി ഈ ഒരു സ്റ്റോറിയിൽ വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ, പ്രസ്തുത വീഡിയോ നമുക്കൊന്ന് കാണാം. പുള്ളിക്കാരൻ ഇവരുടെ ആ ഒരു ബിഗ് ബോസിൻ്റെ സീസണിൻ്റെ സമയത്തിട്ടാണ് 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട്. പുള്ളിക്കാരൻ ഇടിബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്പൂഫ് സർക്കാസ്റ്റിക് ആയിട്ട് ചെയ്യുമല്ലോ, ആ സംഭവം നോർമലി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ പുള്ളി ചെയ്തേക്കുന്നതാണ്. പുള്ളിക്കാരി ഇവിടെ പറഞ്ഞ ഒരു പ്രസ്തുത വീഡിയോ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അടുത്തേ നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു കാന്താരിയാണ്. സ്വന്തം നിലപാടുകൾ പരിസരബോധമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. നല്ല സമയത്ത് തുടങ്ങി ഇപ്പൊ കുട്ടിക്ക് നല്ല സമയം തോന്നുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ആ വ്യക്തിയെ. അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മഞ്ജലീന. അയ്യോ ചേട്ടാ, എന്നെ ഒരു പട്ടി കടിക്കാൻ വന്നു പുറത്തുനിന്ന്. മുളപ്പട്ടി ഇവിടെ മുളപ്പട്ടി. പുറത്തൊരു പട്ടി ഉണ്ടായിരുന്നു, എന്നെ കടിക്കാൻ വന്നു ചേട്ടാ. ഏത് പട്ടിയാ മോളെ? ഇവിടെ പട്ടിയൊന്നുമില്ലല്ലോ. അയ്യോ ചേട്ടാ, എന്നെ LKG പഠിക്കാൻ നേരത്തെ എന്റെ ഒരു പപ്പി എന്ന് പറയുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു, അതെന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുവാ ചേട്ടാ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. പുറത്തുണ്ട് ചേട്ടാ. അത് മാത്രമല്ല ചേട്ടാ, ഞാൻ എവിടെ ചെന്നാലും അങ്ങ് ഒറ്റപ്പെടലേ ചേട്ടാ. മോളെ അഭിനയൊക്കെ അകത്ത് കേറിയിട്ട് മതി. ഇവിടെ വെച്ച് കാണാക്കോണ അഭിനയം വേണ്ട. മുട്ടാലും ഞാൻ കേട്ടിട്ടുള്ളൂ, അടങ്ങി വെക്കുന്നില്ല മോളെ. ഈ ഒരു പോർഷനാണ് പുള്ളിക്കാരിക്ക് മെയിനായിട്ട് ഇതുപോലെ ഹേർട്ടായി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നത്. കാര്യം ഇതിന് ശേഷം പുള്ളിക്കാരി അടുത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ ഇതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടായിരുന്നു പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു OCD എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. റേബീസ് OCD ഈസ് എ സ്പെസിഫിക് ഫോം ഓഫ് ഹെൽത്ത് ആങ്സൈറ്റി വെയർ
intrusive looping doubts convince you that you have been exposed to a fatal virus through minor scratches, indirect contact or imagined scenarios. അപ്പോൾ ഈ ഒരു ഇമാജിൻഡ് സിനാരിയോസ് ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരിക്ക് എതിരെ ഹേർട്ടായി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇവിടെ പറയുന്നുണ്ടാവുക. ഏതാണെങ്കിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് കാണാം. ഇങ്ങോട്ട് വരുമ്പോഴുള്ള മറ്റുള്ളവരുടെ സപ്പോർട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? അയ്യോ ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മുടിക്ക് സപ്പോർട്ടായിരുന്നു. എന്നെ ആൾക്കാർ പറയുന്നുണ്ട് ലേഡീസ് സൂപ്പർ സ്റ്റാർ. എന്ത് മോളെ? ലേഡീസ് സൂപ്പർ സ്റ്റാർ. എന്താ മോളെ, എന്താ തള്ളമോളെ, എന്റെ ദൈവമേ എനിക്ക് വയ്യത്. എന്ത് മോളെ, മോളുടെ ഒരു ഇത് വെച്ച് ഇതിനകത്ത് ആരായിരിക്കും മോളെ വിജയിക്കാൻ പോകുന്നത്? അത് ചേട്ടാ, എം അടിക്കുന്നവരല്ലേ എം അടിക്കും. എന്താ മോളെ? സോറി ചേട്ടാ, ഫസ്റ്റ് അടിക്കുന്നവരെല്ലാം ഫസ്റ്റ് അടിക്കും. മോളെ, ഈ ബിഗ് ബോസിന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം തിരിച്ചറിയുക, സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ഒരു മാതൃകയാകുക. അതാണ് മോളെ നമ്മുടെ ലക്ഷ്യം. പിന്നെ അങ്ങോട്ട് കേറുമ്പോൾ തന്നെ 6 തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന ബിഗ് ബോസ് തിരക്കുന്ന അപ്പോഴാ സമാധാനം. അയ്യോ, ഡെയിലി ടാസ്കിൽ ആരാ കിഴങ്ങെന്ന് ചോദിക്കും. വീക്കിലി ടാസ്ക് മനുഷ്യന്റെ കയ്യിൽ കാലം തല്ലിയോടുന്ന ടൈപ്പിലുള്ള ഗെയിം തരും. പിന്നെ ഇഷ്ടമില്ലാത്തവന്മാരുടെ പേര് ഫ്രണ്ടിലിരുത്തി പറയിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ച് അവന്മാരെ ജയിലിലാക്കും. എന്നിട്ട് പറയുന്നത് സമാധാനം വേണമെന്ന്. നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്തോ? ബിഗ് ബോസ് കട തമ്മിലടിക്കാന്നുള്ളതല്ലേ? അപ്പൊ ഇവളെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവളെ കൂട്ടിക്കേറ്. ഇത് 1-2 വർഷം മുന്നേ പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ ആയിരുന്നു. ആ വീഡിയോയ്ക്ക് പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ട് ഇപ്പോഴാണോ തോന്നിയെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. കാര്യം നോർമലി ഇത് എന്താ പറയുക, ഇത്തരത്തിൽ ഈ സർക്കാസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ, ഈ സ്പൂഫ് കാര്യങ്ങളൊക്കെ എത്രയോ ക്രിയേറ്റേഴ്സ് ചെയ്യാറുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് അഖിലന്നാരുടെ ഇപ്പം ഇന്റൻഷനലി ഇപ്പം ഇങ്ങനെ ഒരു അസുഖബാധിതയാണ്, അപ്പം നമുക്ക് ആ ഒരു അസുഖത്തെ കളിയാക്കിക്കൊണ്ട് തന്നെ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. അങ്ങനെ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ മറ്റേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ മറ്റേ ഷുഗർ കട്ടിൻ്റെ ഒരു സംഭവം പുള്ളി ഒരു കോമഡി ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പം ഞാനിപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഷുഗർ കട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളീൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു ഫണ്ണി രീതിയിൽ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അതിനെയും ചില ആളുകളാണെങ്കിൽ വേറൊരു ഡൈവേഷനിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഞങ്ങളെ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോയിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഫണ്ടിനെ ഫണ്ണായിട്ട് എടുക്കാൻ പറ്റാതെ പോയ ചില ആൾക്കാർ അതിനകത്ത് അത് ഈ പറയുന്ന ജിമ്മന്മാരുടെ അത് വേറെ സിനിമ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിപ്പോൾ ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. അപ്പം ഇതാണെങ്കിലും ഇതുപോലൊരു ഫൺ സർക്കാസ്റ്റിക് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു ചിരി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്തേക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോറി ഉണ്ട്. ഐ വാസ് എ യൂട്യൂബ് സബ്സ്ക്രൈബർ ആൻഡ് ഇൻസ്റ്റഗ്രാം ഫോളോവർ ഓഫ് കോണ്ടന്റ് ക്രിയേറ്റർ Akhil NRD. Until I came to watch his video in YouTube about me, I enjoyed the video except one thing: obsessive compulsive disorder. Go through this in Google. I am still in treatment since 2019. There are many OCD patients who have the same symptoms like me, especially misophobia. Doing a content it's fine, but creating content on one's health condition, it's not that good but cruelty. I have cried a lot, even felt troubled in sleep. After watching that video, I was emotionally going through too much of pain because of you. At that stage, I believed in karma. Yes, I wished that one day you will go through the same stage like me. Whatever the situation, I came to know that you were emotionally damaged in recent days. This is what I had gone through because of you. This is her karma. അതായത് പുള്ളിക്കാരുടെ ആ ഒരു അസുഖത്തെ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് പുള്ളി ആ ഒരു കോണ്ടന്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം പുള്ളിക്കാരന് ഇപ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകും. ഇത് കർമ്മ ആ ഒരു രീതിയാണ് പുള്ളിക്കാർ ഇവിടെ പറയുന്നത്. വെൻ യു ത്രോ എ സ്റ്റോൺ ഇൻ ടു ദ സീ, യു ഡോണ്ട് നോ വാട്ട് ഡെപ്ത് വിൽ ദാറ്റ് സ്റ്റോൺ ഫാൾസ് ഓൺ ദ ബോട്ടം ഓഫ് ദ സീ. പ്ലീസ് തിങ്ക് ബിഫോർ ക്രിയേറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് കോണ്ടന്റ്സ്. എന്നിട്ട് അപ്പോൾ അപ്പോഴത്തേക്കിന് പുള്ളിക്കാർ ഇങ്ങനെ ഒരു സംഭവം ഇട്ടപ്പോഴത്തേക്കിന് ഫസ്റ്റ് ഇയർസ് തൊട്ടപ്പോഴത്തേന് കുറേ ആൾക്കാർ ഇതുപോലെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടാവാം, എന്താണ് Akhil NRD എക്സ് ആണോ വൈ ആണോ എന്നുള്ള രീതിയിലൊക്കെ പലരും ഇത്തരത്തിൽ പുള്ളിക്കാരുടെ ഇൻബോക്സിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും പുള്ളിക്കാരുടെ അടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. Akhil NRD ഈസ് നോട്ട് മൈ എക്സ് ഓർ വൈ. റീഡ് മൈ റീസെൻറ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി properly and I didn't do anything bad to him but his karma did എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിട്ടേക്കാണ് അന്നൊരു അങ്ങനെ ഒരു സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ആ ഒരു ഇൻറ്റൻഷനലി അങ്ങനെ പുള്ളി ചെയ്തേക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പം പുള്ളിക്കാരന് കർമ്മ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് വേറെ സീന്. ഓക്കെ, പിന്നെ ബ്രോ ആദ്യം പുള്ളിയോട് പോയി പറയോ ലേശം ഉളുപ്പിണ്ടേൽ ആ വീഡിയോ ഒന്ന് കിട്ടിയ ഇൻകം പാവങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ട് അത് റിമൂവ് ചെയ്യാൻ മനസ്സിലായോ? ഫേക്ക് അക്കൗണ്ട് ഫുണ്ടേ ഉളുപ്പില്ലേ നിങ്ങൾക്ക് യുവർ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഏതൊരു ഫേക്ക് ആയിട്ട് നിട്ടേക്കുന്ന കമൻറ്റിന് റിപ്ലൈ ആയിട്ട് പുള്ളിക്കാരി സ്റ്റോറി ഇട്ടതാണേ.
എന്നിട്ട് വി ഹ്യൂമൻ ബീങ്സ് ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു റീറ്റ് അവർ മിസ്റ്റേക്സ് ഡൺ ഇൻ അവർ പാസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എഗെയിൻ കർമ്മ ഈ ഒരു സംഭവമാണ്. ഇതിനുശേഷം പുള്ളിക്കാരി അടുത്തൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂസ് ചാനൽസ് ഒക്കെ ഇതുപോലെ ആർട്ടിക്കിളായിട്ട് ഇറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുള്ളിക്കാരി അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇത്തരത്തിൽ അരുൺ NRD, അതായത് ഇവരുടെ വീഡിയോ ഒപ്പം ചെയ്യുന്ന അരുൺ NRD, പുള്ളി ഇത്തരത്തിൽ ഈ ഒരു കോണ്ടന്റിന്റെ ഒക്കെ ഭാഗമാകാറുള്ള അരുൺ NRD പുള്ളി ഇത്തരത്തിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു കമന്റ് വായിച്ചിട്ട് പുള്ളിക്കാരുടെ വീഡിയോയിലോട്ട് പോകാം. ക്ലാരിഫിക്കേഷൻ ടു യുവർ വീഡിയോ. സത്യത്തിൽ ഏഞ്ചൽ പറയുന്ന കാര്യവുമായി അഖിലിന് വലിയ ബന്ധമില്ല. ബിഗ് ബോസ് സീസൺ 5 ആദ്യത്തെ 2 ആഴ്ച ഏഞ്ചൽ പങ്കെടുത്തിരുന്നു. അതിന്റെ സ്പൂഫ് അഖിൽ NRD യൂട്യൂബ് ചാനലിൽ ഞാനാണ് ചെയ്തത്. അതിന്റെ കോണ്ടന്റ് അഖിൽ പൂർണ്ണമായും അറിഞ്ഞത് പോലുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആ ചാനലിൽ ലോങ് വീഡിയോ സെക്ഷനിൽ കോണ്ടന്റ് ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു. ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് ഞാൻ സീസൺ സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ ചെയ്യുന്നതാ. അന്ന് ഏഞ്ചൽ ബിഗ് ബോസിൽ സ്ക്രിപ്റ്റഡ് പോലെ ചെയ്യുന്നത് കൊണ്ട് നല്ല ട്രോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ നല്ല ട്രോൾ കിട്ടിയിരുന്നു. ബിഗ് ബോസ് കോണ്ടന്റ് എടുക്കുന്ന റോസ്റ്റ് ആൻഡ് കോമഡി ഉദ്ദേശിച്ചാണ് അന്ന് ട്രോൾ ചെയ്ത്. കുറേ ട്രോൾ പേജസ് ഉണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ പോർഷൻ നോക്കിയേനെ. പിന്നെ ഏഞ്ചലിൻ ഫേക്ക് കളിക്കുകയാണ് എന്ന് ബിഗ് ബോസിൽ എല്ലാവരും ആ കാര്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഹോട്ട്സ്റ്റാറിൽ കോണ്ടന്റ് ആയി വന്നതും അങ്ങനെയാണ്. ഒരാളെ മാത്രമല്ല, അതിലെല്ലാവരെയും അവർ ചെയ്ത് വെച്ച് കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീസണിൽ സ്കിറ്റ് വരെ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് നടന്നിട്ട് കുറേയായി. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളി പറഞ്ഞതിനോട് എനിക്കും യോജിക്കാൻ തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്കിറ്റുകളാണെങ്കിലും ഇവരെ സർക്കാസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള സ്കിറ്റുകളാണെങ്കിൽ ആ സമയങ്ങളിൽ വരുന്നുണ്ടായിരുന്നു. എത്രത്തോളം ട്രോളുകൾ ഇതായിട്ടിരുന്നുണ്ട്. ഈവൻ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനൊരാൾ റിപ്ലൈ എടുത്തിട്ടുണ്ട് കർമ്മ എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരി എന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ ബ്രോ, സോജി അടക്കമുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നെ ട്രോൾ ചെയ്ത് വീഡിയോ പോസ്റ്റ് ആക്കിയിരുന്നു. അത് എനിക്കൊരു തരത്തിൽ ഇമോഷണലി പെയിൻ ആക്കിയില്ല. ഇപ്പോൾ അത് കാണുമ്പോൾ ഐ ലിറ്ററലി എൻജോയ് ദാറ്റ് ബിക്കോസ് ദേ ആൾ ഡിഡ് ദ കോണ്ടന്റ് ഇൻ എ ഹെൽത്തി വേ. ദേ നെവർ ഇൻസൾട്ടഡ് മൈ ഹെൽത്ത് കണ്ടീഷൻ. ബട്ട് അഖിൽ ചെയ്തത് അങ്ങനെയല്ല. അത് കാരണം ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ബ്രോ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ വന്ന് കമൻറ്റ് ഇടുമ്പോൾ ആലോചിക്കണം ഓപ്പോസിറ്റ് പേഴ്സൺ എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ട് എന്ന്. അവൻ നല്ലവനാണെങ്കിൽ ആ വീഡിയോന് കിട്ടിയ റവന്യൂ പാവങ്ങൾക്ക് കൊടുക്കാൻ പറ കേട്ടോ. ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ വരല്ലേ. ഒരാളുടെ മോശം ആരോഗ്യാവസ്ഥയെ വിറ്റല്ല കാശ് ഉണ്ടാക്കേണ്ടത്. ആൻസർ മീ, വേറെ ആരുടെ ഹെൽത്ത് കണ്ടീഷൻ പരിഹസിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഏത് വാക്കാണ് ഹേർട്ടായത്? അതിൽ രോഗാവസ്ഥയെ പറ്റി ഒന്നും പറയുന്നില്ല. താൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുള്ളൂ. പിന്നെ അഖിൽ ബിഗ് ബോസ് കാണാറ് പോലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനാണ് ചെയ്തത്. ബിഗ് ബോസ് ഫസ്റ്റ് വീക്ക് തന്നെ തനിക്ക് അന്ന് ട്രോളിൻ്റെ പെരുമഴയായിരുന്നു, അല്ലാതെ മനഃപൂർവ്വം അതിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നല്ല രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യമായിരുന്നു. ഇതിപ്പം കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല. അയ്യോ ചേട്ടൻ ആദ്യം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്താണെന്ന് ചോദിക്കുക. ABCD പോലും അറിയില്ല, എന്നിട്ട് ന്യായീകരിക്കാൻ വരുന്നു, കഷ്ടം. അതിൽ രോഗാവസ്ഥയെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് എന്നോട് വാദിക്കാൻ നിൽക്കല്ലേ. ചേട്ടൻ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. അതിനെപ്പറ്റി ബോധമില്ലെങ്കിൽ ഇവിടെ വന്ന് കമൻ്റ് ഇട്ട് വാദിക്കാൻ നിൽക്കണ്ട, തോറ്റു പോവും ബ്രോ എന്ന് പറഞ്ഞിട്ടേക്കാണ്. ഇതിനകത്ത് അരുൺ NRD പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്നെ ഈ ഒരു വ്യക്തിയുടെ ഫോളോവറാണ്, സബ്സ്ക്രൈബർ ആണെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇഫ് അങ്ങനെ ഹേർട്ടായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അന്ന് പുള്ളിക്കാരിക്ക് പറയാമായിരുന്നു, ഓക്കെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഹേർട്ടായി, ഇപ്പം ഞാനൊരു ഇങ്ങനൊരു കണ്ടീഷൻ എനിക്കുണ്ട്, അപ്പോൾ അത് ഹേർട്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇവർക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കാമായിരുന്നു. പുള്ളി ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ വീണ്ടും ഇത്രയും നാൾക്ക് ശേഷം ഇത് പറയേണ്ടുന്നൊരു ആവശ്യകത ഉണ്ടായിരുന്നു. പിന്നെ I will forgive him only if he donate the complete revenue of that video clip to needy ones. എനിക്ക് നയാ പൈസ വേണ്ട. എന്താണെങ്കിൽ ആ പൈസയിൽ നിന്നും മീൻസ് ആ ഒരു വീഡിയോ ചെയ്തതിൽ നിന്ന് കിട്ടിയേക്കുന്ന പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് പുള്ളിക്കാരി വരുന്നത്. പക്ഷേ അവർ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവർ ചെയ്യാറുണ്ടെന്നുള്ള അവർ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. 100% ഇൻസൾട്ടിങ്, വൺ ഓഫ് ദ വേർസ്റ്റ് സിംറ്റംസ് ഓഫ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അഖിൽ NRDക്ക് വേണ്ടി എന്നോട് ന്യായീകരിക്കാൻ വരുന്ന കൂട്ടുകാർ ആദ്യം ഈ വീഡിയോ ക്ലിപ്പ് ഒരു സൈക്കാട്രിസ്റ്റിന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഒരു തരത്തിലുള്ള രോഗാവസ്ഥയും പരിഹസിച്ചിട്ടില്ല എന്ന് ഏഞ്ചലിന മറിയയോട് വാദിക്കാൻ പറഞ്ഞു നോക്കുക. അവർ ഈ ഭാഗത്തേക്ക് പോലും വരില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണെങ്കിലും പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കത്തോടെ നമുക്ക് പോവാം. ഈവനിങ് ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വരുന്ന വിഷയം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലിറ്ററലി നോ. കാരണം കഴിഞ്ഞ ദിവസം കോണ്ടന്റ് ക്രിയേറ്റർ അഖിൽ NRDനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ. അതിനെ റിലേറ്റ് ചെയ്ത് ഇന്ന് കുറച്ച് ന്യൂസ് ചാനൽക്കാർ
കുറച്ച് ന്യൂസൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ന്യൂസ് ചാനൽ ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ ഇന്ന കാര്യം ന്യൂസ് ആക്കിയിടാൻ. ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഐ ഹാവ് നെവർ അപ്രോച്ച് എനി വൺ ഓഫ് ദിസ് ഗൈസ്. പക്ഷെ ഞാൻ ഇട്ട കാര്യം ന്യൂസ് ചാനൽക്കാർക്ക് നോക്കിയപ്പോൾ അവർക്കും നല്ലൊരു അവസരമാണ്. അവരത് ഒബ്വിയസ്ലി അവരത് യൂട്ടിലൈസ് ചെയ്തു. അപ്പം എനിക്ക് ന്യൂസിന്റെ സംഭവങ്ങൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോരുത്തർ പല ചാനലിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ ന്യൂസ് വന്നല്ലേ എന്ന് ഞാൻ അറിയണത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കമന്റ്സ്, കുറെ അല്ല എന്നാലും കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ചുളിവിൽ ഏഞ്ചലിൻ അഖിലനാർഡിയുടെ കേസിൽ റീച്ച് ആവാൻ വന്നതാണെന്ന്. കോമൺ സെൻസിൽ ഒരാൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചെന്നുള്ളത്. ആദ്യം നിങ്ങൾക്ക് തലയ്ക്ക് കുറച്ച് വെളിവുണ്ടോന്ന് കുത്തിരുന്ന് ആലോചിക്കുക. ഞാനല്ല ചുളിവിൽ റീച്ച് ആവാൻ നോക്കിയാൽ മനസ്സിലായോ? ഒരാളുടെ മോശം ആരോഗ്യാവസ്ഥ എന്നെ തന്നെയാണ് അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഞാൻ അഖിലനാടി എന്ന വ്യക്തിയെ പേഴ്സണലി അറിയുകയോ ആളുടെ മറ്റേ വീഡിയോസിൽ ഒരു മോശം കമന്റ് ഇടുകയോ ആളുടെ കുടുംബത്തെ ചെന്നിരിക്കുകയോ ആളായിട്ട് നേരിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഞാൻ എന്നെ എന്ന വ്യക്തിയെ എന്റെ മോശമായ ആരോഗ്യാവസ്ഥയെ കോണ്ടന്റ് ആക്കി യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ചുളിവിൽ റീച്ച് ഉണ്ടാക്കിയതും കാശ് വാരിയതും അഖിലനാർഡി എന്ന വ്യക്തിയാണ്. സോ ഇതിനകത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഖിലനാർഡി അവരുടെ ഭാഗത്തുനിന്ന് ഇന്റൻഷ്യലി ഒക്കെ ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു രോഗാവസ്ഥയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ നമുക്ക് ഈ കണ്ടീഷൻ അങ്ങ് കളിയാക്കിയേക്കാം എന്ന് വിചാരിച്ച് ഇന്റൻഷ്യലി ചെയ്തൊരു സംഭവം അല്ലത്. അങ്ങനെ എനിക്കൊരിക്കലും അങ്ങനെ കരുതാൻ പറ്റത്തില്ല. അവർ ഇന്റൻഷ്യലി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് നമുക്ക് കരുതാൻ പറ്റില്ല. പിന്നെ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ട് നമ്മൾ പോകുമ്പോഴേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അവിടെ ചെല്ലുന്ന സമയത്തേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ട്രോളുകളും ഇത്ര നെഗറ്റീവ്സും പോസിറ്റീവ് ഒക്കെ തന്നെ വരും എന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയല്ലേ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്തേക്ക് ഈവൻ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളായിട്ട് അവർ കാശുണ്ടാക്കുന്നു, അത് വെച്ചിട്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാർ, റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, ഇത്തരത്തിൽ സ്കൂപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതിനെ വിറ്റ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്പിയർ ചെയ്യാൻ പാടില്ല. അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്റൻഷ്യലി അവർ അങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ റീച്ച് ഉണ്ടാക്കിയേ അഖിലനാർഡി എന്ന വ്യക്തിയുടെ യൂട്യൂബ് അക്കൗണ്ട് ഈസ് മോണിറ്റൈസ്ഡ്. ഓക്കെ, ഏഞ്ചലിൻ മരി എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോലും മോണിറ്റൈസ്ഡ് അല്ല. അപ്പൊ ഞാൻ അഖിലനാർഡിനെ വെച്ചിട്ട് എന്ത് കാശാണ് ഉണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നത്? എന്റെ ആരോഗ്യാവസ്ഥയെ വെച്ച് മോശമായി പരിഹസിച്ചുകൊണ്ട് 100% ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഭയങ്കര ക്രൂഷ്യൽ ആയ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനെ 100% പരിഹസിച്ചുകൊണ്ട് അഖിലനാർഡിയുടെ കോണ്ടന്റിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരിയുടെ ഇപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള ആളുകൾ ഏതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഏതൊക്കെ മാനസികാവസ്ഥയാണ് അവർ പോകുന്നതെന്നൊക്കെ ഉള്ളതൊന്നും നമുക്ക് നേരിട്ട് നമ്മളത് ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ട് അവരേതൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അന്ന് നടന്ന സംഭവം ഇത്രയും നാളുകൾക്ക് ശേഷം വീണ്ടും ഓർത്തെടുത്ത് വീണ്ടും അതിനകത്ത് ഹേർട്ട് ആവുകയും പിന്നീട് അങ്ങനെ ഒരു ഇത് വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ചെയ്ത് ഇത് സംസാരിക്കാൻ പാടില്ല, ഇത് ഹേർട്ട് ആവാൻ പാടില്ല എന്ന് പറയാനെ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇവിടെ അഖിലനാർഡി മാത്രമല്ല, ഈവൻ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിരിക്കുന്ന ഷോയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. Is that okay for you guys? കാരണം ഞാൻ ചോദിക്കുന്നത് കമന്റ്സ് ഇട്ടവരാണോ കേട്ടോ. അങ്ങനെ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശ് വാരണതിന് തെറ്റൊന്നുമില്ല. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. നോട്ട് ഓൾ ഓഫ് യു ഗൈസ്. ഞാൻ ഈ ചില കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. ആദ്യം തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഡിസോർഡറിനെ പറ്റി ഒരു സൈക്കാട്രിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുക. ABCD അറിയാത്തവരോടാണ് ഈ പറയണത്. ഇനി എന്തെങ്കിലും ABCD അറിയണമെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ മയോ ക്ലിനിക്കിന്റെ സൈറ്റിൽ കയറി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെ പറ്റി ചെറുതായിട്ടൊന്ന് പഠിക്കുക. ശകലം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന്. ഈവൻ മലയാളം സിനിമകളിൽ പോലും ഫോർ എക്സാമ്പിൾ നോർത്ത് 24 കാതം എന്ന മൂവിയിൽ ഫാസിൽ സർ കാണിക്കുന്ന ക്യാരക്ടർ, അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ മൂവി തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്ന ഒരു OCD പേഷ്യന്റിന്റെ ലൈഫാണ്. അതുപോലെ തന്നെ അഹം എന്ന സിനിമയിൽ മോഹൻലാൽ സർ ആയിരുന്നു ആ ക്യാരക്ടർ കൊണ്ടുപോയത്. OCD തന്നെ ഏകദേശം അതേപോലത്തെ ട്രേഡ്സ് പോണത്തെ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടൊരു മൂവി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറാണ് മോഹൻലാൽ സർ ചെയ്തത്, അഹം എന്നൊരു മൂവി. ആ മൂവി ഇറങ്ങി ഞാൻ ചിന്തിച്ചിട്ട് പോലും കേട്ടോ. അപ്പൊ ഇത്ര മലയാളം മൂവീസുകളിൽ പോലും OCD എന്ന ഡിസോർഡറിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായി? അപ്പൊ ഞാൻ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊരു സിംറ്റംസ് ആണ്. ഞാൻ ഈ അഖിലനാർഡി അവിടെ പരിഹസിച്ചിട്ടുള്ളത് OCD വളരെ സിവിയർ സ്റ്റേജിൽ കൊണ്ടിരിക്കുന്ന ഒരാളുടെ സിംറ്റംസ് അല്ലെങ്കിൽ OCDക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അതിൽ ഒരു സിംറ്റമാണ് ഞാൻ ഈ പറഞ്ഞ ഈ അഖിലനാർഡി കോണ്ടന്റ് ആക്കി ഇട്ടത്. മനസ്സിലായി? ഇതുപോലെ സിംറ്റംസ് ഉള്ള വേറെ പേഷ്യൻസ് ഉണ്ട്. ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും അവൾക്ക് മാത്രം ഇങ്ങനത്തെ സിംറ്റം അല്ല. ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയിട്ട് ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്ത് ചോദിക്കുക. അപ്പൊ പറയും അവര് ഇതേ സിംറ്റംസ് ആയിട്ട് എത്ര പേഷ്യൻസ് വരുന്നുണ്ടെന്ന്. പക്ഷെ അവർക്ക് അറിയില്ല
അവർക്ക് ഇങ്ങനത്തെ ചില സിംറ്റംസുകൾ വരുമ്പോൾ അവർക്ക് അറിയണില്ല അത് OCD ആണ്, ഇതിന് മെഡിക്കേഷൻസ് എടുക്കണം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുത്താലേ കുറച്ച് നാളെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഒന്നാമത്തെ കാര്യം, സൊസൈറ്റിയിൽ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണുക എന്നത് വളരെ നെഗറ്റീവായിട്ട് സ്റ്റീരിയോടൈപ്ഡ് ആണ്. സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലിലാണ്, അങ്കമാലി, നീരജ് എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ. ഞാൻ അവിടെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ ബിഗ് ബോസ് ഏഞ്ചൽ എന്ന് പറഞ്ഞ എന്നൊരു ചേച്ചി വന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത ഡോക്ടറെ കാണാൻ, നമ്മൾ ഒബ്വിയസ്ലി ചോദിക്കില്ല എന്താ പറ്റിയത് ഡോക്ടർ. അപ്പൊ ആള് നീരജ് ഡോക്ടർ ക്യാബിന്റെ അടുത്തുള്ള വേറെ ഡോക്ടറിന്റെ പേര് എന്നോട് പറഞ്ഞു. കാരണം സൈക്കാട്രിസ്റ്റ് പറയാനുള്ള പേര് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ആളെ കാണാനെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സ്ക്രീനിൽ, അപ്പോളോ ഹോസ്പിറ്റലിൽ സ്ക്രീനിൽ ഓരോ ആൾക്കാരെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ പേര് എഴുതി കാണിക്കും. അപ്പൊ നീരജ് ഡോക്ടറിന്റെ പേരിന്റെ ഇടയിൽ ഈ ചേച്ചിയുടെ പേര് എഴുതി കാണിച്ചപ്പോഴാണ് ഐ റിയലൈസ്ഡ് പുള്ളിക്കാരി സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്നേന്ന്. പക്ഷെ ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നാണക്കേടാണെന്നുള്ള മിഥ്യാധാരണ കൊണ്ടാണ് പലവരും സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കണേ. സത്യം പറഞ്ഞ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്ന 100 പേരിൽ 50 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ജീവിച്ചിരുന്നേനെ. സത്യമായിട്ടും. ഞാൻ പോലും ഞാൻ തൃശ്ശൂർ സ്കൂളിൽ 9ഉം 10ഉം പഠിച്ച് 10th ഞാൻ ഡിസ്റ്റിങ്ഷൻ ഹോൾഡർ ആയിരുന്നു. CBSE ആട്ടോ. +1 അതേ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈക്ക് എന്റെ +1 കയറി ഒരു 2-3 months ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് OCD സിംറ്റംസ് വന്ന് തുടങ്ങണേ. കുറെ നാള് ഞാൻ ഇങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പലരും നോട്ടീസ് ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ശേഷം ഒരു പാർട്ട് 2 കൂടി കമ്മിങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അഖിലന്നാറിന് ഇപ്പം ഇവർ മാത്രമല്ല എത്രയോ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് ഇത്തരത്തിലുള്ള ബിഗ് ബോസിന്റെ പല സീസണുകളുടെയൊക്കെ ഇതുപോലെ എപ്പിസോഡുകളൊക്കെ സ്കൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് ഇഡിബോസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് പുള്ളിയിട്ടുണ്ട്. ഇവിടെ ഏഞ്ചലിനെ പറ്റിയിട്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റുകളിലൊക്കെ പറ്റിയിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ബാക്കിയുള്ളവരെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു കാണിച്ചിരിക്കുന്ന പോർഷൻ ആണെങ്കിൽ പോലും ആ ഒരു ഇഡിബോസ് 1 എന്ന് പറഞ്ഞ എപ്പിസോഡ് 1 എന്ന് പറഞ്ഞിട്ടേക്കുന്ന ആ ഒരു 8-8.5 മിനിറ്റുള്ള വീഡിയോക്കകത്തിലെ ഒരു 2 മിനിറ്റ് ഭാഗമാണ്. ബാക്കിയുള്ള എത്രയും മിനിറ്റുകൾ, ഒരു 5-6 മിനിറ്റുകൾ ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളെ പറ്റിയിട്ടൊക്കെയാണ് അവിടെ സർക്കാസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരിക്കലും നിങ്ങളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്റൻഷ്യലി എന്നാൽ പിന്നെ നമുക്ക് അതിനെ കളിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരിക്കലും എനിക്കത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്ന എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരിയുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോയിട്ടില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് ഇത് പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും 1-2 വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഇതൊരു പ്രോബ്ലമായിട്ട് തോന്നിപ്പിക്കേണ്ടെന്ന അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് ഇടേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളത് പുള്ളിക്കാരുടെ ഒരു ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടിട്ട് അതിനെ പറ്റിയിട്ട് അറിയാത്തൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് നോട്ട് ദ പോയിന്റ്, അതിനെ പറ്റിയിട്ട് അധികം അറിയാത്തൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന്, എനിക്ക് പേഴ്സണലി കാണുമ്പോൾ അറിയാത്തൊരു വ്യക്തി എന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതൊരു അൺവാണ്ടഡ് ആയിട്ട് വീണ്ടും പറഞ്ഞ പോലെയാണ്. വേണമെങ്കിൽ ഇപ്പം അരുൺ എന്നാറുടെ പുള്ളി പറഞ്ഞ പോലെ തന്നെ നേരത്തെ വേണമെങ്കിൽ ഇവർക്കൊന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഇത് ഇതുപോലെ ഇതായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ആ സമയത്ത് അവർ ഇത് അറിഞ്ഞിട്ടും ചെയ്തില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി പറയാൻ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് മാറി നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇതൊരു അൺവാണ്ടഡ് ആയിട്ട് തോന്നിയേക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെയുള്ളൊരു പ്രോബ്ലം ആയിട്ടുള്ളതാണ് എനിക്കിത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.